Is for educational purposes only. All demonstrations are performed in a controlled environment. We do not promote or support illegal actions of any kind. Hello hackers, welcome back. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബബ്സ്യൂട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്നും അതിനകത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പഠിപ്പിച്ചിരുന്നു. സോ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബബ്സ്യൂട്ടിന്റെ അകത്ത് ഓരോ ടാബ്സും തന്നെ അതിന്റെ യൂസ് കേസസും ആണ്. നമ്മൾ അതിന്റെ കോർ കോൺസെപ്റ്റിലേക്ക് ഇന്ന് പോവില്ല. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞു തരുള്ളൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇന്റൻഷനലി വൾണറബിൾ ആക്കി ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് മെഷീൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പഠിക്കും. വിച്ച് ഈസ് വെരി ഈസി. നമ്മൾ ഡോക്കേഴ്സ് വെച്ചിട്ടായിരിക്കും ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് തലവേദനയുള്ള പരിപാടിയൊന്നും ഉണ്ടാവില്ല. സോ അത് വെച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ദെൻ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ അകത്തായിരിക്കും ഓരോ ടാബ്സിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇന്ന് നമ്മൾ അതിന്റെ ബേസിക് ഒരു വർക്കിങ്ങും തിയറി പാർട്ടാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഹാക്കേഴ്സ്, ഞാൻ എൻ്റെ കാളി മെഷീനിലോട്ട് എത്തിയിട്ടുണ്ട്. ഫസ്റ്റിലെ തന്നെ നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ ബബ്സ്യൂട്ട് ഓൺ ചെയ്യാം. സോ ഇവിടെ ബബ്സ്യൂട്ട് ഓൺ ആവുന്നുണ്ട്. സോ ഇവിടെ ബബ്സ്യൂട്ട് ഓൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൈറ്റ് വേണ്ടേ? അതായത് ഇതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സൈറ്റിന് പരിചയപ്പെടുത്തണമല്ലോ. സോ ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ക്ലൗഡിൽ നിന്ന് ഒരു കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കോഡ് ഞാൻ ഇവിടെ വെച്ച് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് ഒരു സെർവറിൻ്റെ അകത്ത് റൺ ചെയ്തിടാനായിട്ട് പോവാണ്. വിച്ച് ഈസ് വെരി ഈസി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഞാനിവിടെ ജസ്റ്റ് ഫസ്റ്റ് എൻ്റെ നോട്ട് പാഡ് ഒന്ന് ഓൺ ആക്കുന്നുണ്ട്. സോ ഞാനിപ്പോൾ ജനറേറ്റ് ചെയ്ത കോഡ് ഇതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇതൊരു പൈത്തൺ കോഡാണ്. സോ ഇതിൻ്റെ അകത്ത് ഓൾറെഡി എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യില്ല. ഇത് ജസ്റ്റ് സേവ് ചെയ്യണം. സോ ഞാനിപ്പോൾ ഇതിന്റെ ഡൗൺലോഡ്സ് ഫോൾഡറിൻ്റെ അകത്ത് ജസ്റ്റ് സേവ് ചെയ്യാം. സോ vulnerable.py എന്ന് പറയുന്ന രീതിയിൽ ഞാനിപ്പോൾ ആ ഫയലിനെ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വേറെ ഷെൽ ഓപ്പൺ ചെയ്യാണ്. LS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും vulnerable.py. സോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ റൺ ആവുന്നുണ്ട്. നമുക്ക് IP അഡ്രസ് കിട്ടി. 5000 പോർട്ടിനകത്താണ് റൺ ആവുന്നതെന്ന് പറഞ്ഞു. ജസ്റ്റ് ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് വെച്ചേക്കുക. സോ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ജസ്റ്റ് ഫയർഫോക്സ് ഓൺ ആക്കുക. നമ്മുടെ ഫോക്സി പ്രോക്സി ഓപ്പൺ ചെയ്ത് ബബ്സ്യൂട്ടിന്റെ അകത്താണെന്ന് ഉറപ്പുവരുത്തുക. ദെൻ നമ്മുടെ IP അഡ്രസ് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു പോർട്ടൽ ഓണായി കിട്ടും. ദെൻ നമ്മൾ നേരെ ബബ്സ്യൂട്ടിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറെ കാര്യങ്ങൾ സംഭവിച്ചായിട്ട് കാണാനായിട്ട് പറ്റും. ടാർഗറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ കുറെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. നമുക്കിതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് എന്തൊക്കെ ബിൽഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. സോ പ്രോക്സിയിലേക്ക് പോവാം, HTTP ഹിസ്റ്ററിയിലോട്ട് പോവാം. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും, ഈ ഒരു വെബ് ഫെച്ച് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ അതിന്റെ ഫുൾ കോഡെക്സ് എങ്ങനെയാണ് ഇത് റിട്രീവ് ചെയ്ത് വന്നതെന്ന് നിങ്ങൾക്ക് കാണാം, എന്താണ് റിക്വസ്റ്റ് എന്ന് കാണാം, എല്ലാ കാര്യങ്ങളും കാണാം. സോ നമ്മൾ ബേസിക്കലി ബബ്സ്യൂട്ടിന്റെ അകത്ത് യൂസ് ചെയ്യുന്നത് രണ്ട് മെയിൻ ടൂൾസ് ആണ്, ഇൻട്രൂഡറും റിപ്പീറ്ററും. കൊളാബറേറ്ററും ബാക്കി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻട്രൂഡറും റിപ്പീറ്ററും ആണ്. സോ ഫസ്റ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്റർസെപ്റ്റ് ടാബിനെ പറ്റിയിട്ടാണ്. സോ ഇന്റർസെപ്റ്റ് ടാബ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ബോർഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. സോ ഒരു നോർമൽ ബ്രൗസറിന്റെ റിക്വസ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റിൽ ഇവിടെ ഒരു ബ്രൗസർ ഉണ്ടാവും. നമ്മളൊരു ക്രോമോ അല്ലെങ്കിൽ ഒരു ബ്രൗസർ എടുക്കും. അതിൽ നിന്ന് നമുക്ക് വേണ്ട വെബ്സൈറ്റ് നമ്മൾ എന്ത് ചെയ്യും, URL HTTP എന്നൊക്കെ പറഞ്ഞ് എഴുതി എന്ത് ചെയ്യും, ടൈപ്പ് ചെയ്ത് റിക്വസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യും. ഈ റിക്വസ്റ്റ് എന്ത് ചെയ്യും, വെബ്സൈറ്റിന്റെ അകത്ത് പോയി അല്ലെങ്കിൽ വെബ് സെർവറിന്റെ അകത്ത് പോയി അതിന്റെ HTTP റെസ്പോൺസ് ആയിട്ട് ഫെച്ച് ചെയ്തുകൊണ്ട് വരും. ഇങ്ങനെയാണ് നോർമലി ഒരു എക്സിക്യൂഷൻ നടക്കുന്നത്. ദെൻ ബബ്സ്യൂട്ടിന്റെ അകത്ത് വരുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഒരു ബബ് പ്രോക്സി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ വരുന്നത് ബ്രൗസറിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലിങ്ക് ടൈപ്പ് ചെയ്യുന്നു. ദെൻ അത് ഫസ്റ്റിലേ പോകുന്നത് ബബ് പ്രോക്സിയിലോട്ടാണ്. ദെൻ അവിടെ നിന്നാണ് അത് എങ്ങോട്ടേക്ക് പോകുന്നത്, വെബ് സെർവറിലോട്ട് പോവാം. സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രൗസറിന്റെ അകത്ത് നമ്മളൊരു ലിങ്ക് കൊടുക്കുന്ന ടൈമിൽ ഫസ്റ്റിലെ അത് ബബ് പ്രോക്സിയിലോട്ട് പോകും. ബബ് പ്രോക്സിയാണ് അത് അവിടെ എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുന്നത്, വെബ്സൈറ്റിലോട്ട് സെൻഡ് ചെയ്യുന്നത്. ദെൻ റിട്ടേണിങ് അങ്ങനെ തന്നെ ആയിരിക്കും. സോ നമ്മുടെ ഇന്റർസെപ്റ്റർ ആക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ബബ് പ്രോക്സിക്കകത്ത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമുക്ക് ഇന്റർസെപ്റ്ററിന്റെ അകത്ത് കിട്ടും. ദെൻ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന പാക്കറ്റ്സ് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് കുറച്ച് ടൈം കഴിഞ്ഞ് സെൻഡ് ചെയ്യുന്ന രീതി ചെക്ക് ചെയ്യാം, അതിൻ്റെ അത് മോഡിഫൈ ചെയ്യാം. അതിനൊക്കെയാണ് ഈ ടാബ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇന്റർസെപ്റ്റർ ടാബിന്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ കണ്ടിട്ട് വരാം. സോ നമ്മളിപ്പോൾ ബർപ്പിലേക്ക് ബാക്ക് വന്നിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ ചെക്ക് ചെയ്യാനായിട്ട് വന്നത് ജസ്റ്റ് ഇന്റർസെപ്റ്റർ ഓൺ ആക്കി ഇടുക, ഫയർഫോക്സിന്റെ അകത്തേക്ക് പോവുക, ഇതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് പോകേണ്ട റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുക. അതുവരെ ഈ ടാബ് ഇങ്ങനെ റിഫ്രഷ് ആയിക്കൊണ്ടേയിരിക്കും. അതായത് ഈ റിക്വസ്റ്റ് അങ്ങോട്ട് പോയല്ലേ റെസ്പോൺസ് തിരിച്ചു വന്നാലേ ഇതിന് ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം, ഫോർവേഡ് ഓള്, ഡ്രോപ്പ് ഓള്. എന്താ ഫോർവേഡ് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിക്വസ്റ്റിനെ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യാം. ഇവിടെ ഒരുപാട് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർവേഡ് ആള് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് ഓരോന്ന് ഫോർവേഡ് ചെയ്യണം. ദെൻ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ എറർ വന്നായിട്ട് കാണാനായിട്ട് പറ്റും. ദെൻ ഇവിടെ ഒന്നുകൂടെ ലോഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ലോഡ് ആവുകയും ചെയ്തു. ഓക്കെ, സോ പാക്കറ്റ്സിനെ ഡ്രോപ്പ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് ആരുടെ ജോലി, ഇന്റർസെപ്റ്ററിന്റെ ജോലി. ഇതിന്റെ ഇടയിൽ വെച്ച് നമുക്ക് മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ബാക്കിയുള്ള ടൂൾസ് യൂസ് ചെയ്യും.
സോ നമ്മുടെ HTTP ഹിസ്റ്ററിക്കകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്തൊക്കെ ഫെച്ച് ചെയ്തു എന്നുള്ള എല്ലാ ഹിസ്റ്ററീസും ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ഇനി നമുക്ക് അടുത്ത ടാബ് ആയിട്ടുള്ള ഇൻട്രൂഡറിന്റെ അകത്തേക്ക് വരാം. ഇൻട്രൂഡർ ടാബ് മെയിൻലി യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു സാധനം, ഇപ്പോൾ ഒരു പാക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പാക്കറ്റിന്റെ അകത്ത് എഡിറ്റിംഗ്സ് വരുത്തി അപ്പൊ തന്നെ സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൂഡർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഇവിടേക്ക് വന്നു, ഇന്റർസെപ്റ്റർ ഓൺ ആക്കിയിട്ടേക്കുക, റീലോഡ് ചെയ്തു, ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു, സെൻഡ് ടു ഇൻട്രൂഡർ എന്ന് പേസ്റ്റ് ചെയ്യുന്നു, നേരെ ഇൻട്രൂഡറിലേക്ക് പോകുന്നു. എനിക്ക് ഇതിനെ എങ്ങനെ വേണോ മാനിപ്പുലേറ്റ് ചെയ്യാം. ലൈക്ക് എനിക്ക് ഇവിടെ വേണമെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. പ്രോക്സിയിൽ ഇന്റർസെപ്റ്റ് ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. ജസ്റ്റ് വെബ്സൈറ്റിലേക്ക് വരിക, ജസ്റ്റ് ഒരു റാൻഡം admin@nexus.com എന്ന് ടൈപ്പ് ചെയ്യുന്നു. ദെൻ പാസ്വേഡ് ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, സൈൻ ഇൻ കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതൊരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. ഇതിൻ്റെ അകത്ത് യൂസർ നെയിം പോകുന്നുണ്ട്, പാസ്വേഡും പോകുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റെസ്പോൺസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ HTTP ഹിസ്റ്ററിക്കകത്ത് പോയി ഈ ലോഗിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റെസ്പോൺസ് കാണാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ ജസ്റ്റ് നേരെ ഫയർഫോക്സ് ഓപ്പൺ ചെയ്താലും മതി. എന്ത് ഇൻവാലിഡ് ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞേക്കുന്നു. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇതിന്റെ അകത്ത് മാനിപ്പുലേഷൻ നടത്തണം. അതിനായിട്ട് ഞാനിവിടെ ജസ്റ്റ് ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു, ഇവിടെയും ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. ദെൻ സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇന്റർസെപ്റ്റർ ടാബിന്റെ അകത്ത് ഇത് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് വെക്കുക, ഇൻട്രൂഡറിന്റെ അകത്തേക്ക് പേസ്റ്റ് അല്ലെങ്കിൽ Ctrl+I പ്രസ് ചെയ്താലും മതി. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം വന്നേക്കുന്ന കാണാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെൻഡ് ടു റിപ്പീറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിപ്പീറ്ററിലോട്ട് പോകും ഇതേപോലെ. സോ ഇതിൻ്റെ അതെല്ലാം തന്നെ നിങ്ങൾക്ക് എഡിറ്റിംഗ് പോസിബിൾ ആണ്. ഇപ്പോൾ പാസ്വേഡ് വേറെ ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം, യൂസർ നെയിം ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. ദെൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് റെസ്പോൺസുകൾ കിട്ടും. ഇൻട്രൂഡറിന്റെ കേസിൻ്റെ അകത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പല ടൈപ്പ് ഓഫ് അറ്റാക്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇൻട്രൂഡർ ടാബ് ഫോക്കസ് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതെന്താണ് സംഭവം എന്ന് പറയുന്നതേ ഉള്ളൂ. സോ ഞാനിവിടെ നേരത്തെ തന്നെ ഇതിന്റെ യൂസർ നെയിം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ admin secret 123 എന്ന് പറയുന്നതാണ് പാസ്വേഡ് എന്ന് ഞാൻ തന്നെ മനഃപൂർവ്വം കൊടുത്തത്, കാര്യം വളറബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. സോ ഞാനിവിടെ admin പാസ്വേഡ് എന്ന് പറയുന്നത് secret 123 എന്ന് പേസ്റ്റ് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു റെസ്പോൺസ് വന്നിട്ട് കാണാൻ പറ്റും. ഇതിപ്പം കുറെ കോഡ് പാർട്ട് അല്ലേ, ഇത് നിങ്ങൾക്ക് റെൻഡർ ചെയ്യണമെങ്കിൽ ഇവിടെ റെൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഒതന്റിക്കേഷൻ സക്സസ്ഫുൾ ആണ്. സോ ഇതാണ് റിപ്പീറ്ററിന്റെ കോൺസെപ്റ്റ്. സോ ഇനി ഞാൻ റിപ്പീറ്ററിനെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ നേരത്തെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ എന്ത് ചെയ്തു, ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, എന്ത് വെച്ചിട്ട് പാസ്വേഡും യൂസർ നെയിം വെച്ചിട്ട്. അപ്പൊ ബ്രൗസർ റിക്വസ്റ്റ് ഇട്ടു, അത് ബർപ്പ് ഇന്റർസെപ്റ്റ് ചെയ്തു, നമ്മൾ ഇന്റർസെപ്റ്റർ ഓൺ ആക്കി വെച്ചുകൊണ്ട്. ദെൻ അതെന്ത് ചെയ്തു, നമ്മൾ ഫോർവേഡ് ചെയ്തപ്പം വെബ്സൈറ്റിന്റെ അകത്ത് കിട്ടി, വെബ്സൈറ്റ് റിസീവ് ചെയ്തു. ദെൻ അതിന്റെ റെസ്പോൺസ് എന്ത് ചെയ്തു, ഇതേപോലെ ഇതേ റൂട്ടിൽ തിരിച്ചു വന്നു. ഇനി റിപ്പീറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റിക്വസ്റ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് ഒരു പാക്കറ്റിനെ പിടിച്ചിട്ടുണ്ട്. ആ പാക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു ശേഷം, പലതരത്തിലുള്ള എഡിറ്റിംഗ്സിന് ശേഷം. സോ ഫസ്റ്റില് നമ്മൾ എന്ത് ചെയ്തു, ഒരു റിക്വസ്റ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്തു, ഒരു പാക്കറ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്തു, അത് നേരെ നമ്മൾ റിപ്പീറ്റർ ടൂളിൽ അല്ലെങ്കിൽ റിപ്പീറ്റർ ടാബിലേക്ക് സെൻഡ് ചെയ്തു. റിപ്പീറ്റർ അവിടെ നിന്ന് എന്ത് ചെയ്തു, അതിൻ്റെ അകത്ത് വേണ്ട കുറെ എഡിറ്റിംഗ്സും കാര്യങ്ങളും വരുത്തിയിട്ടാണ് എന്ത് ചെയ്തത്, വെബ്സൈറ്റിലേക്ക് സെൻഡ് ചെയ്തത്. ദെൻ ഇതിൻ്റെ അകത്ത് പിന്നെയും നിങ്ങൾക്ക് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ദെൻ എന്ത് ചെയ്തു, ഇതിൻ്റെ അകത്ത് ഏതോ ഒന്നിൽ സക്സസ്ഫുൾ ആവാതിരിക്കും, എല്ലാത്തിലും റിട്ടേൺ വരുന്നുണ്ട്. സോ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ളത് എന്ത് ചെയ്തു, പിക്ക് ചെയ്തെടുത്തു. ഇതാണ് ബേസിക്കലി ഒരു റിപ്പീറ്റർ ടാബിന്റെ ജോലി. ഇൻട്രൂഡർ ടാബിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള അറ്റാക്കുകൾ ചെയ്യാനാണ്. റിപ്പീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് തന്നെ പല രീതിയിലുള്ള മാനിപ്പുലേഷൻസ് വരുത്തി നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റഡ്ലി സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതാണ് ബേസിക് ഒരു ഐഡിയ. അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ ചെറുതാണ്. എങ്ങനെയാണ് ഈ പറയുന്ന ടാബ്സ്, അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഈ ഓരോ ടാബും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യണം. പ്രാക്ടിക്കലി ചെയ്യണമെങ്കിൽ നമുക്ക് ലാബ് വേണം. സോ ലാബിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് വന്നത് OWASP ജ്യൂസ് ഷോപ്പ് ആണ്. സോ OWASP ജ്യൂസ് ഷോപ്പിന്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് ആയിട്ട് വരിക. നിങ്ങൾ അത് ജസ്റ്റ് ഫോളോ ചെയ്യുക. ആ ഫോളോ ചെയ്യാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ഇടുക. സോ ഈ ഓരോ ട്യൂട്ടോറിയൽസ് നിങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഒരുപാട് ഇഞ്ചക്ഷൻ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും. സോ അതിന്റെ തിയറി വേറെ, പ്രാക്ടിക്കൽസ് വേറെ, അങ്ങനെ ആയിരിക്കും ഞാൻ ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു വീഡിയോ തിയറി പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും പ്രാക്ടിക്കൽ പറയാം. ഓക്കെ, സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.